നമസ്കാരം. 10-ാം ഇടത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ജൂൺ മാസം 7-ാം തീയതി മുതൽ ജൂൺ മാസം 13 വരെയുള്ള ഒരാഴ്ച 27 നക്ഷത്രങ്ങളും അടങ്ങുന്ന 12 കൂറുകാർക്കും എങ്ങനെയാണ് എന്ന് നോക്കാം. 8-ാം തീയതി ശുക്രൻ കർക്കിടകം രാശിയിലേക്ക് പ്രവേശിക്കുന്നു. ആദ്യം മേടക്കൂർ, അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം. ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ തന്നെ തങ്ങൾ കുറച്ചു കാലമായി ആഗ്രഹിക്കുകയും എന്നാൽ ഒന്നുകിൽ സാമ്പത്തിക പരാധീനത കൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സാങ്കേതിക തകരാറ് കൊണ്ടോ വാങ്ങിക്കാൻ സാധിക്കാതെ ഇരുന്ന വളരെ മൂല്യമുള്ള വിലപിടിപ്പുള്ള ചില വസ്തുക്കൾ വാങ്ങിക്കൂട്ടുവാൻ സാധിക്കും മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക്, പ്രത്യേകിച്ചും ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ. എന്നാൽ തൊട്ടടുത്ത 2 ദിവസങ്ങൾ വളരെ അധികം ചിലവ് വർദ്ധിക്കുന്നതായി കാണുന്നു. അത് ചിലപ്പോൾ ആരോഗ്യ സംബന്ധമായ കാര്യത്തിലോ അല്ലെങ്കിൽ സന്താനങ്ങളുടെയോ ഏറ്റവും വേണ്ടപ്പെട്ടവരുടെയോ അല്ലെങ്കിൽ മേടക്കൂറിൽപ്പെട്ട ഈ നക്ഷത്രക്കാർക്ക് തന്നെയോ അടിയന്തിരമായി വേണ്ടുന്ന ചില വിദ്യാഭ്യാസ സംബന്ധമായ പഠന സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി പണം ചിലവഴിക്കേണ്ടി വരുന്ന അവസ്ഥയാണ്. ചിലപ്പോൾ ദൂരദേശങ്ങളിലേക്കോ ദൂരസ്ഥലങ്ങളിലേക്കോ യാത്ര ചെയ്യേണ്ടതായി വരാം. എന്നാൽ പിന്നീടുള്ള ദിവസങ്ങൾ വളരെ ഗുണകരമാണ്. 1 സാമ്പത്തിക നേട്ടം, 2 പ്രവർത്തനങ്ങളിൽ വിജയം. അവർ ചെയ്യുന്ന ജോലി ഏതായാലും അതിലവർക്ക് വളരെ മികവുണ്ടാകുന്നതായി കാണുന്നു. അതുകൊണ്ട് തന്നെ മേലധികാരികളുടെ സഹപ്രവർത്തകരുടെ അംഗീകാരം അവർക്ക് ലഭിക്കുകയും ചെയ്യുന്നു. സാമ്പത്തിക നേട്ടവും പ്രവർത്തന വിജയവും ഉണ്ടാകുമെങ്കിലും ആഴ്ചയുടെ ആദ്യത്തെ 2 ദിവസങ്ങൾക്ക് ശേഷം ശാരീരികമായ ചില അവശത കൂടി കാണുന്നുണ്ട്. പ്രത്യേകിച്ചും നട്ടെല്ല് സംബന്ധമായോ അല്ലെങ്കിൽ വസ്തിപ്രദേശം, അതായത് ഉദരം, മൂലാധാരം, ഈ ഭാഗങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ ഏതെങ്കിലും വിധത്തിലുള്ള അസ്കിതകൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു, അവശതകൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതിനുവേണ്ടി ആയിരിക്കും പണം ചിലവഴിക്കേണ്ടി വരിക. ഇൻഫെക്ഷനാണ് കൂടുതലായി കാണുന്നത്, പ്രത്യേകിച്ചും ഉദര സംബന്ധമായി ആയിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം ഈ ദിവസങ്ങളിൽ. എന്നാൽ സാമ്പത്തികമായി ദോഷം കാണുന്നില്ല. പ്രത്യേകിച്ചും അത്യാവശ്യം കാര്യങ്ങൾ നടന്നു പോകുവാൻ തക്കവണ്ണമുള്ള സാമ്പത്തികമാണ് ഇതുവരെ മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ലഭിച്ചുകൊണ്ടിരുന്നതെങ്കിൽ അതിൽ അല്പമെങ്കിലും വർധനവുണ്ടാകുന്നതായി കാണുന്നു. പ്രത്യേകിച്ചും ആഴ്ചയുടെ തുടക്ക 2 ദിവസങ്ങളും പിന്നെ 2-ാം പകുതി തുടങ്ങുന്ന ദിവസങ്ങളിലും ആഴ്ചയുടെ 2-ാം പകുതി തുടങ്ങുന്ന ദിവസങ്ങളിലും വളരെ ഗുണകരമാണ്. തൊട്ടയൽക്കാരുമായി ചിലപ്പോൾ ചില അഭിപ്രായ വ്യത്യാസമോ ഏറ്റവും വേണ്ടപ്പെട്ട ചില വ്യക്തികളുമായി എന്തെങ്കിലും വാക്കുതർക്കമോ ഉണ്ടാകാം. അതുകൊണ്ട് വാക്കുകൾ വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കണമെന്നും മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരോട് പറയുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ 7, 8, പിന്നെ 11 രാവിലെ 8:30 കഴിഞ്ഞ് 12, 13-ാം തീയതി രാവിലെ 9 മണി വരെയും താരതമ്യേന ഭേദപ്പെട്ട ദിവസങ്ങളാണ്. അടുത്തത് ഇടവക്കൂറാണ്. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തികയുടെ 2-ാമത്തെ മുക്കാൽ, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യ അര. ആഴ്ചയുടെ ആദ്യ പകുതി വളരെ ഗുണകരമായിട്ടാണ് കാണുന്നത്. പ്രത്യേകിച്ചും ഏതെങ്കിലും വിധത്തിൽ തടസ്സമോ ഉദാസീനതയോ തങ്ങളുടെ കർമ്മരംഗത്തുണ്ടായിരുന്നെങ്കിൽ അതിന് നല്ല മാറ്റം വരുന്നതായി കാണുന്നു. സാമ്പത്തികമായി വളരെ വലിയ ഗുണമൊന്നും ലഭിച്ചില്ലെങ്കിലും കൃത്യമായി തങ്ങളുടെ ജോലിയിൽ അവർക്ക് ആത്മസംതൃപ്തി ലഭിക്കുന്ന വിധത്തിലുള്ള ചില മികവുകൾ, ചില വിജയങ്ങൾ ഇവർക്ക് കൊയ്യാൻ സാധിക്കുന്നതായി കാണുന്നുണ്ട്. വിദേശവുമായി ബന്ധപ്പെട്ട യാത്രയോ അല്ലെങ്കിൽ വിദേശത്തു നിന്ന് ഇവരെ ആരെങ്കിലും ഏതെങ്കിലും വിധത്തിൽ സഹായിക്കുമെന്നുള്ള വാഗ്ദാനമോ ഈ ആഴ്ചയുടെ ആദ്യ പകുതിയിൽ പ്പെടുന്നതായിട്ടാണ് കാണുന്നത്. യാത്ര കൊണ്ട് ഗുണം കാണുന്നു. പുതിയ ആഭരണമോ വസ്ത്രമോ ലഭിക്കാനിടയുണ്ട്. അതുപോലെ IT മേഖലയിൽ നിന്നുള്ള ചില ഉപഹാരങ്ങൾ ഇവർക്ക് വരുമെന്ന് കാണുന്നു. ഏറ്റവും പുതിയ ഇലക്ട്രോണിക് ഉപകരണങ്ങളോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് സാങ്കേതിക വ്യവസ്ഥയിൽപ്പെട്ട ചില പഠനമോ ഇവർക്ക് ആ പഠനത്തിൽ വിജയമോ ഒക്കെ ഉണ്ടാകുന്നതായി കാണുന്നുണ്ട്. യാത്ര കൊണ്ട് ഗുണം കാണുന്നു. പ്രത്യേകിച്ചും ആഴ്ചയുടെ ആദ്യത്തെ 2 ദിവസങ്ങൾക്ക് ശേഷം ചില യാത്രകൾ നടത്തുമെന്നും ചിലപ്പോൾ അത് സ്വന്തം നാട്ടിലെ ചില ഹ്രസ്വ യാത്രകളാകാം, ചെറിയ യാത്രകളാകാം, അല്ലെങ്കിൽ ഇതിൽ തന്നെ ജലരാശിയിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് വിദേശവുമായി ബന്ധപ്പെട്ട ജലരാശി ആണ് ഇടവം ആവുമ്പോഴും അതുപോലെ 11-ാം ഭാവവുമൊക്കെ ജലരാശി ആയതിനാൽ ദീർഘദൂര യാത്ര കൊണ്ടും ഗുണം കിട്ടുന്നതായി കാണുന്നു. വിദേശ സംബന്ധമായ പഠനത്തിനോ ജോലിക്കോ വേണ്ടി വിദേശ സംബന്ധമായ പഠനത്തിനോ ജോലിക്കോ വേണ്ടി ഇവർ അപേക്ഷ അയച്ചിരുന്നുവെങ്കിൽ തീർച്ചയായും അതിന് ഫലസിദ്ധി കിട്ടും എന്നാണ് കാണുന്നത്. പോകാൻ സാധിക്കുമെന്ന് കാണുന്നു. തടസ്സം ഏതെങ്കിലും വിധത്തിൽ ഉണ്ടായിരുന്നത് മാറിക്കിട്ടുന്നു ഈ ആഴ്ചയുടെ ആദ്യ പകുതിയിൽ തന്നെ. സാമ്പത്തിക വിജയം, പ്രവർത്തനങ്ങളിൽ വിജയം, ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ നടപ്പാകൽ, വിവാഹവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തടസ്സമുണ്ടായിരുന്നെങ്കിൽ അതിന് ആഴ്ചയുടെ ആദ്യ പകുതിയിൽ തന്നെ ഗുണം കാണുന്നുണ്ട്. പോസിറ്റീവായ, അതായത് അനുകൂലമായ ഗുണമാണ് കാണുന്നത്. അതുപോലെ പ്രണേതാക്കൾക്കും വളരെ വലിയ സന്തോഷം ലഭിക്കുന്ന വാർത്തകൾ കിട്ടുന്നതായി കാണുന്നു. പ്രണയ സാക്ഷാത്കാരം, വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ കുറച്ചുകൂടി അനുകൂലമായ യാഥാർത്ഥ്യം, വിജയം, ഇതെല്ലാം കടന്നു വരുന്നതായി കാണുന്നു.
ജോലി സംബന്ധമായ കാര്യങ്ങളിലാണ് ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിൽ ഇവർക്ക് ഏറ്റവും ഗുണം. ഇടവക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ ജോലിക്ക് വേണ്ടി ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് കിട്ടുന്നു എന്ന് കാണുന്നു. അതുപോലെ ജോലി ഉള്ളവർക്ക് അതിൽ വരുമാന വർധനവോ അല്ലെങ്കിൽ തങ്ങളുടെ ജോലിയിൽ ഏറ്റവും വലിയ മികവോ ഉണ്ടാകുന്നതായും കാണുന്നു. തുടക്കം ഞാൻ പറഞ്ഞു, സാമ്പത്തിക വരവിനേക്കാൾ കൂടുതലായി കാണുന്നത് ജോലി ഒന്നുകിൽ ലഭിക്കുക അല്ലെങ്കിൽ ഉള്ള ജോലി ഏറ്റവും നന്നായി ചെയ്യാൻ സാധിക്കുകയും അത് മേലധികാരികളും സഹപ്രവർത്തകരും തിരിച്ചറിയുന്ന ഒരവസ്ഥയും ഇടവക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച കാണുന്നുണ്ട്. സാമ്പത്തികം വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കണമെന്ന് ഇവരോട് പറയുന്നു. കാരണം അല്പം പരുങ്ങലിലാവാൻ സാധ്യതയുണ്ട്, ചെലവ് വർദ്ധിച്ചിരിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ജോലി നഷ്ടപ്പെടുമോ ഒന്നുമില്ലെങ്കിലും സാമ്പത്തിക കാര്യത്തിൽ, ക്രമീകരണങ്ങളുടെ കാര്യത്തിൽ കൃത്യമായ ചില നിഷ്ഠകൾ പാലിക്കണമെന്ന് ഇടവക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരോട് പറയുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയുടെ അവസാന ദിവസം കാസരോഗ സംബന്ധമായ, പ്രത്യേകിച്ചും ശ്വാസകോശ സംബന്ധമായ എന്തെങ്കിലും ദോഷങ്ങൾ നേരത്തെ ഉള്ളവർക്ക് അത് വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അലർജി അസുഖങ്ങളോ ശ്വാസം മുട്ടലോ പോലുള്ള അസുഖങ്ങൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 7, 8, 9, 10, 11-ാം തീയതി രാവിലെ 8:30 വരെയും ശേഷം 13 രാവിലെ 9 മണി കഴിഞ്ഞും ഗുണകരമാണ്. അടുത്തത് മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ 2ാമത്തെ അര, തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യത്തെ 1/4 ഭാഗം. കർമ്മരംഗത്ത് കൂടുതൽ ശോഭിക്കാൻ സാധിക്കുമെങ്കിലും അതായത് ഇവർ നേരത്തെ ആസൂത്രണം ചെയ്ത ചില കാര്യങ്ങളിൽ ചെറിയ ചില മാറ്റങ്ങൾ ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് കാണുന്നു. അപ്പോൾ മിഥുനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് പ്രധാനമായും അവരുടെ പിതാവിനോ അല്ലെങ്കിൽ അവരുടെ ഗുരുസ്ഥാനത്തുള്ള വ്യക്തികൾക്കോ കുടുംബത്തിലെ കാരണവസ്ഥാനത്തുള്ള വ്യക്തികൾക്കോ ചില ശാരീരികമായ അവശതകൾ നേരിടേണ്ടി വരുമെന്ന് കാണുന്നു. അത് സംബന്ധിച്ചാവാം ഒരുപക്ഷെ നേരത്തെ പ്ലാൻ ചെയ്തിരുന്ന, ആസൂത്രണം ചെയ്തിരുന്ന ചില കാര്യങ്ങളിൽ നിന്ന് ഇവർക്ക് വ്യതിചലിക്കേണ്ടി വരുന്നത് എന്ന് കാണുന്നുണ്ട്. എന്നാൽ ആഴ്ചയുടെ ആദ്യത്തെ 2 ദിവസങ്ങൾക്ക് ശേഷം കാര്യങ്ങൾ വളരെ അനുകൂലമായി പോകുന്നതായിട്ടാണ് കാണുന്നത്. ആദ്യത്തെ 2 ദിവസങ്ങൾക്ക് ശേഷമുള്ള ദിവസങ്ങളൊക്കെ തന്നെയും, അവസാന ദിവസം ഒഴിച്ചുള്ള ദിവസങ്ങൾ ഒക്കെ തന്നെയും വളരെ ഗുണകരമാണ്. അത് പ്രത്യേകിച്ചും പ്രവർത്തന മേഖലയിലും സാമ്പത്തിക മേഖലയിലുമാണ് കാണുന്നത്. തങ്ങൾക്ക് ഏറ്റവും ആദായകരമായി ചെയ്യാവുന്ന തൊഴിലുകൾ കഴിഞ്ഞ കുറച്ചു നാളുകളായി ഏതെങ്കിലും വിധത്തിലെ തടസ്സമുണ്ടായിരുന്നെങ്കിൽ അതിന് മാറ്റമുണ്ടാകുന്നതായും ഏറ്റവും ആദായകരമായി തങ്ങളുടെ തൊഴിലുകൾ ചെയ്യാൻ സാധിക്കുന്നതായും കാണുന്നു. പ്രവർത്തന രംഗത്തു നിന്ന് ലഭിക്കുന്ന വേതനത്തിൽ മുമ്പ് തർക്കമുണ്ടായിരുന്നതിന് മാറ്റമുണ്ടാകുന്നു. കൃത്യമായി ലഭിക്കേണ്ട തുക ചിലപ്പോൾ അതല്പം വർദ്ധിച്ചതുമാകാം ഇവർക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത്. യാത്ര ഗുണകരമായി കാണുന്നു. ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്നു. പ്രത്യേകിച്ചും വലിയ മെഷീനറി പോലെയോ ഭാരമുള്ള വസ്തുക്കൾ പോലെയോ ഒക്കെയുള്ള വസ്തുക്കൾ ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ അത് നേടാൻ സാധിക്കുന്നു. ചില പ്രത്യേക സാങ്കേതിക യന്ത്രങ്ങൾ, ചില പ്രത്യേക സാങ്കേതിക ഉപകരണങ്ങൾ, വീട് നിർമ്മിക്കുന്നതാവശ്യവുമായി ബന്ധപ്പെട്ട വിലപിടിപ്പുള്ള അല്ലെങ്കിൽ കട്ടിയുള്ള വസ്തുക്കൾ, ഇതൊക്കെ തന്നെ നേരത്തെ വാങ്ങിക്കാൻ സാധിക്കാതെ ഇരുന്നത് ഇവർക്കിപ്പോൾ വാങ്ങാൻ കഴിയുമെന്നാണ് കാണുന്നത്. വീടിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടും ഇവർക്ക് അനുകൂലമായ മാറ്റം കാണുന്നു. അതല്ലെങ്കിൽ പ്രോപ്പർട്ടി സംബന്ധമായി, വസ്തു സംബന്ധമായ എന്തെങ്കിലും തർക്കം നേരത്തെ ഉണ്ടായിരുന്നത് മാറുന്നതായി കാണുന്നു. ഇതുമായി ബന്ധപ്പെട്ട് അനുകൂലമായ വാർത്തകളോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് അനുകൂലമായ നീക്കങ്ങളോ ഇവർക്ക് ഈ ആഴ്ചയുടെ ആദ്യത്തെ 2 ദിവസങ്ങൾക്ക് ശേഷം സാധ്യമാകുമെന്ന് തന്നെയാണ് കാണുന്നത്. സകലവിധത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നിന്നും വിജയവും അതിൽ നിന്ന് വരുമാനവും കാണുന്നു. ആഴ്ചയുടെ അവസാന ദിവസം ചിലപ്പോൾ ഇവരുടെ മാതാവിന് ചില രോഗാവശതകളോ പ്രശ്നങ്ങളോ ഉണ്ടാകാം. അല്ലെങ്കിൽ മിഥുനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരുടെ സ്ത്രീ ബന്ധങ്ങൾക്ക് ചിലപ്പോൾ മാതാവാകാം, സഹോദരിയാവാം, ഭാര്യയാവാം, മകളാകാം, അല്ലെങ്കിൽ ഏറ്റവും അടുത്ത സ്ത്രീ സുഹൃത്താവാം. ഇവരിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ദോഷമുണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. യാത്ര അവസാന ദിവസം മാറ്റിവെക്കേണ്ടി വരും. തുടക്ക ദിവസവും അവസാന ദിവസവും യാത്രയും പ്രവർത്തനങ്ങളും ചിലപ്പോൾ മാറ്റിവെക്കേണ്ടി വരുമെന്നും കാണുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 9, 10, 11, 12, 13 രാവിലെ 9 മണി വരെയും താരതമ്യേന ഗുണമുള്ളതാണ്. അടുത്തത് കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളവും ആഴ്ചയുടെ 2ാം പകുതി വളരെ ഗുണകരമായിട്ടാണ് കാണുന്നത്. ആദ്യ പകുതിയിൽ ചിലവ് വർദ്ധിച്ചിരിക്കുകയും അതുപോലെ തന്നെ ചിലപ്പോൾ ചില ആൾക്കാരുമായി ഏതെങ്കിലും തരത്തിലുള്ള കലഹമോ പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നു. കണ്ണ് വളരെ ശ്രദ്ധിക്കണമെന്നും ത്വക്ക് സംബന്ധമായ അസുഖങ്ങൾ ഇവരെ ഇപ്പോഴും വിട്ടൊഴിയുന്നില്ല എന്നും കാണുന്നു. അലർജി സംബന്ധമായ അസുഖങ്ങളിലൂടെ കടന്നു പോവുകയും അത് ത്വക്ക് രോഗമായി മാറുകയും ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതിനാൽ തന്നെ ആശങ്കയും ഇവരെ വിട്ടുമാറുന്നില്ല. എന്നാൽ ഇതൊക്കെ ആഴ്ചയുടെ ആദ്യത്തെ പകുതിയിലാണ് കൂടുതലായി കാണുന്നത്. 2ാം പകുതിയിൽ മറ്റു ചില പോസിറ്റീവ് നേട്ടങ്ങൾ, ചില അനുകൂല നേട്ടങ്ങൾ ഒരുപക്ഷെ ഇവരുടെ ഈ ആശങ്കകളെയും
വലിയ ഗൗരവമൊന്നുമല്ലാത്ത ത്വക്ക് സംബന്ധമായ അലർജി അസുഖങ്ങളെയും മറികടക്കാൻ സഹായിക്കുന്നതായിട്ടാണ് കാണുന്നത്. ആഴ്ചയുടെ രണ്ടാം പകുതി പ്രവർത്തനങ്ങളിൽ നല്ല വിജയവും തങ്ങൾക്ക് ഏറ്റവും പ്രവർത്തനക്ഷമതയോടുകൂടി അധ്വാനിക്കാൻ സാധിക്കുന്ന മേഖലയിൽ അതിൻ്റെ പരമാവധി റിസൾട്ട് ഇവർക്ക് തരാൻ സാധിക്കുകയും ചെയ്യുമെന്നാണ് കാണുന്നത്. അതിൻ്റെ ഫലമായി ആഴ്ചയുടെ അവസാന ദിവസങ്ങളിലൊക്കെ ഇവർക്ക് വളരെ വലിയ സാമ്പത്തിക നേട്ടം കാണുന്നു. ഇഷ്ടപ്പെട്ട വ്യക്തികളുമൊത്ത് തങ്ങളുടെ വേണ്ടപ്പെട്ട സ്ഥലങ്ങളിൽ പോവുക, മനസ്സിന് സന്തോഷം ലഭിക്കുന്ന ഇടങ്ങളിൽ യാത്ര ചെയ്യുക, അങ്ങനെയുള്ള സമാഗമങ്ങൾ ഉണ്ടാവുക തുടങ്ങി പലവിധ കാര്യങ്ങളും ആഴ്ചയുടെ അവസാന ദിവസം കാണുന്നുണ്ട്. ആദ്യത്തെ 2 ദിവസങ്ങൾ, ആഴ്ചയുടെ ആദ്യത്തെ 2-3 ദിവസങ്ങൾ ഇവർ ശ്രദ്ധിക്കേണ്ടത് ആരോഗ്യ സംബന്ധമായി കൂടിയാണ്. നട്ടെല്ല് സംബന്ധമായോ അതല്ലെങ്കിൽ പേശി സംബന്ധമായോ, പ്രത്യേകിച്ചും ഇവരുടെ കാൽമുട്ട്, തുട ഈ ഭാഗങ്ങളിൽ എന്തെങ്കിലുമൊക്കെ അവശതകൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് വാഹനങ്ങളിൽ കയറുമ്പോഴും സാഹസികമായ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ഉയരങ്ങളിലേക്ക് പടികൾ കയറി പോകുന്ന സമയത്തുമൊക്കെ വളരെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ജലവുമായി ബന്ധപ്പെട്ടും എന്തെങ്കിലുമൊക്കെ അസ്ഥിതകൾ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 11 രാവിലെ 8:30 കഴിഞ്ഞ് 12, 13 ദിവസങ്ങൾ താരതമ്യേന ഭേദപ്പെട്ട ദിവസങ്ങളാണ്. അടുത്തത് ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളവും വ്യാഴം 11-ൽ നിന്നിരുന്ന ഒരു സമയം കൂടി മാറിയിരിക്കുകയാണ്. 7 രാഹു, ജന്മത്തിൽ കേതു, അഷ്ടമത്തിൽ ശനി, അതുപോലെ തന്നെ 11-ാം ഭാവത്തിൽ സഞ്ചരിച്ചിരുന്ന വ്യാഴം ഇപ്പോൾ 12-ലാണ്. ശുക്രൻ കൂടി 8 മുതൽ 12-ാം ഭാവത്തിലേക്ക് വരും. എന്നാൽ ബാക്കിയുള്ള ഗ്രഹങ്ങളുടെ അനുഗ്രഹം കൊണ്ടായിരിക്കും ഇവർക്ക് പൊതുവെ ഗുണമുണ്ടാവുക. എന്തായാലും കർമ്മരംഗത്ത് ഇവർക്ക് തങ്ങളുടെ മേലധികാരികളുടെ അല്ലെങ്കിൽ സർക്കാർ തലത്തിലാണെങ്കിൽ സർക്കാരിൻ്റെ ഉന്നതതല അധികാരികൾക്കുമൊക്കെ തന്നെ ഇഷ്ടനായി അവരുടെ നല്ല പട്ടികയിൽ തന്നെ ഇവർ ഉൾപ്പെട്ടു എന്ന് പറയാം. അതിൽ വലിയ ദോഷം കാണുന്നില്ല. അപ്പോൾ പ്രവർത്തന രംഗത്ത് ഇവർക്ക് അസാമാന്യമായ വിജയമുണ്ടാകുമെന്ന് കാണുന്നു. തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടി തങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നും കാണുന്നു. കടുത്ത ഗുണത്തോടുകൂടി നീതിപൂർവകമായി നിൽക്കുന്നത് കൊണ്ട് തന്നെ തങ്ങളുടെ പ്രവർത്തനത്തിൽ അണുവിട മാറാതെ തങ്ങളുടെ കർമ്മരംഗത്ത് മോശപ്പെട്ട പ്രവൃത്തികളൊന്നും തന്നെ ചെയ്യാതെ ഏറ്റവും നന്നായി ശോഭിക്കാൻ ഇവർക്ക് സാധിക്കുന്നതായി കാണുന്നു. അതുകൊണ്ട് തന്നെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണല്ലോ 10-ാം ഭാവം അല്ലെങ്കിൽ കർമ്മരംഗം എന്ന് പറയുന്നത്. ആ കർമ്മരംഗം ഇവർക്ക് സംശുദ്ധമായി അതിൽ നിന്ന് കിട്ടുന്ന പ്രതിഫലം കൃത്യമായി സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. എന്നാൽ ബാക്കി കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവർക്ക് ഉണ്ടാകാവുന്ന സാമ്പത്തിക ആസൂത്രണമില്ലായ്മയുടെ, സാമ്പത്തികം കയ്യിൽ കിട്ടിയാൽ അത് കൃത്യമായി മാനേജ് ചെയ്യാനുള്ള കഴിവില്ലായ്മ കൊണ്ട് പണം കൂടുതലായി നഷ്ടപ്പെടാനുള്ള സാധ്യത 1. 2 അനാമത്തു ചിലവുകൾ വന്നു കയറാനുള്ള സാധ്യത. 3 ആശങ്കപ്പെടുത്തുന്ന ഒരുപാട് ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരും. ആശങ്കപ്പെടുത്തുന്ന ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരുന്നത് ഒരു സ്വപ്നം പോലെ വെറുതെയല്ല എന്നും മനസ്സിലാക്കണം. തങ്ങളുടെ തന്നെ കർമ്മത്തിലുണ്ടാകുന്ന ഭവിഷ്യത്തുകളുടെ ഫലമായാണ് ഇത്തരം ആശങ്കകൾ ഉണ്ടാകുന്നത് എന്നും മനസ്സിലാക്കിക്കൊള്ളണം ചിങ്ങക്കൂറുകാർ. മറ്റൊന്ന്, ഇവരെ സംബന്ധിച്ച് അപവാദങ്ങൾ ഇപ്പോഴും പുറത്തേക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. 7-ാം ഭാവത്തിലെ രാഹു, ജന്മത്തിലെ കേതു. രാഹുകേതുക്കൾ ജന്മത്തെ സ്വാധീനിച്ചു കൊണ്ടിരുന്നാൽ രോഗാവസ്ഥകൾ, അലർജി അസുഖങ്ങൾ, തങ്ങളെക്കുറിച്ച് മറ്റുള്ളവർക്ക് യാഥാർത്ഥ്യമല്ലാത്ത അറിവുകൾ കിട്ടുക, തങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ യാഥാർത്ഥ്യമല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു വരുത്തുക, അതായത് അപവാദങ്ങൾ പറഞ്ഞു വരുത്തുക തുടങ്ങിയ കാര്യങ്ങളിലോ കടന്നു പോകേണ്ടി വരും. അതുപോലെ ബന്ധങ്ങൾ വളരെ സുതാര്യമായിരിക്കണം. ബന്ധങ്ങളെക്കുറിച്ചുമൊക്കെ നാട്ടുകാരുടെ ഇടയിലോ സമൂഹത്തിൻ്റെ ഇടയിലോ മോശപ്പെട്ട പേരുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കീഴ്വയറ്, ഉദരത്തിൻ്റെ കീഴ്വയറ്, അതായത് ലിവർ, കിഡ്നി ഈ ഭാഗങ്ങളിൽ എന്തെങ്കിലുമൊക്കെ രോഗം നേരത്തെ ഉള്ളവർ അത് വർദ്ധിക്കാനുള്ള സാധ്യതയും, വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ പോകുന്നവർക്ക് ഇവിടെ എന്തെങ്കിലും ചില അസ്വസ്ഥതകൾ ഉണ്ടാകാനുള്ള സാധ്യതയും, ജീവിതത്തിൽ കൃത്യമായ ചിട്ടയോ ആഹാര കഴിക്കുന്ന കാര്യത്തിലൊക്കെ ക്രമീകരണമോ ഇല്ലാത്ത അവസ്ഥയിലോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ദുശീലങ്ങൾ ഉള്ള അവസ്ഥയിലോ ഉള്ളവർക്ക് സ്വാഭാവികമായും ഈ ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ രോഗാവസ്ഥകൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ കാര്യങ്ങൾക്ക് തടസ്സമുണ്ടാകും. അത് പ്രത്യേകമായി ശ്രദ്ധിച്ചു കൊള്ളണം. എന്നാൽ ഇവിടെയൊക്കെ ആശ്വാസമായി നിൽക്കുന്നത് ഈ വ്യാഴം കർക്കിടക രാശിയിൽ നിൽക്കുമ്പോൾ 12-ലാണെങ്കിലും അത് ഉച്ചസ്ഥാനത്താണ്. ചെലവഴിക്കാനുള്ള പണം എന്തായാലും ഇവർക്ക് വന്നു ചേരും ഏതു വിധേനയും. ഇവിടെ നിന്നുകൊണ്ട് വ്യാഴം ഈ അഷ്ടമത്തിൽ നിൽക്കുന്ന ശനിയെ വീക്ഷിക്കുന്നതിനാൽ ശനിയുടെ തടസ്സം ഒട്ടേറെ മാറിക്കിട്ടും മകം, പൂരം, ഉത്രം കാൽ നക്ഷത്രക്കാർക്ക് എന്ന് പ്രത്യേകമായി മനസ്സിലാക്കിക്കൊള്ളുക. ചിങ്ങക്കൂറുകാർക്ക് ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 7, 8, പിന്നെ 13 രാവിലെ 9 മണി കഴിഞ്ഞു. അടുത്തത് കന്നിക്കൂറാണ്. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രത്തിൻ്റെ 2-ാമത്തെ മുക്കാൽ, അത്തം, ചിത്തിരയുടെ ആദ്യ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികം ഉണ്ടെങ്കിലും
ഇല്ല എന്നുള്ള ഒരവസ്ഥയിൽ കടബാധ്യതക്കാരുടെ ശല്യം ഇവർക്കുണ്ടാകാം. ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിൽ തന്നെ കടബാധ്യതയിൽ നിന്ന് മോചനം ലഭിക്കുന്ന വിധത്തിൽ പണം ലഭിക്കും. എന്നാൽ അതിൻ്റെ അർത്ഥം കിട്ടുന്ന പണം കൃത്യമായി കടബാധ്യത ഒഴിവാക്കാനായി കൊടുക്കേണ്ടി വരും. എന്നാൽ ആഴ്ചയുടെ രണ്ടാം പകുതിയിൽ അനാമത്ത്, അതായത് അപ്രതീക്ഷിതമായി ചില ധന അനുകൂലമായ കാര്യങ്ങൾ ഇവർക്ക് സംഭവിക്കാൻ സാധ്യത കാണുന്നുണ്ട്. പ്രത്യേകിച്ചും മുമ്പെപ്പോഴോ എഴുതി തള്ളിയ ചില അപേക്ഷകൾ, മുമ്പെപ്പോഴോ മറന്നുപോയ ചില സാമ്പത്തിക ഇടപാടുകൾ, അതിൽ നിന്നൊക്കെ പണം ഇവരിലേക്ക് വരാനുള്ള സാധ്യത കാണുന്നു. അത് കൃത്യമായി ആഴ്ചയുടെ രണ്ടാം പകുതിയിലാണ് കാണുന്നത്. ആദ്യ പകുതിയിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ആശ്വാസമുണ്ട് തീർച്ചയായും. പക്ഷേ കയ്യിൽ പണം തങ്ങി നിൽക്കണം എന്നില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവർക്കുണ്ടായിരുന്ന ബാധ്യതകൾ ഒഴിവാക്കാനായിരിക്കും ഇവർ ശ്രമിക്കുക. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി ഏറ്റിരുന്ന ചില കാര്യങ്ങൾ, പ്രത്യേകിച്ചും സാമ്പത്തികമായി ഏറ്റിരുന്ന ചില കാര്യങ്ങൾ നിറവേറ്റപ്പെടാനുള്ള ഒരു അത്യാവശ്യം വരികയാൽ കിട്ടിയിരുന്ന പണം കടബാധ്യതയ്ക്കപ്പുറം ബാലൻസ് ഉണ്ടായിരുന്നെങ്കിൽ അത് തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കേണ്ടി വരും, നേരത്തെ ഏറ്റിരുന്ന വാഗ്ദാനങ്ങൾ നിറവേറ്റാനായി. അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും തീർച്ചയായും ഇവർക്ക് മാനസികമായി സുഖം ലഭിക്കുമെങ്കിലും വീണ്ടും പണത്തിൻ്റെ ദൗർലഭ്യം ഇവരെ അലട്ടുമെന്ന് കാണുന്നു. അതിൽ പകുതിയെങ്കിലും ആശ്വാസം ഇവർക്ക് ആഴ്ചയുടെ രണ്ടാം പകുതിയുടെ അവസാന ദിവസത്തോടു കൂടി വരും. പ്രത്യേകിച്ച് വിദേശത്തു നിന്ന് വരുമാനം വരാനുള്ള സാധ്യത കാണുന്നു. അതുപോലെ തങ്ങൾ ഏർപ്പെട്ടിരുന്ന ഏതെങ്കിലുമൊക്കെ കച്ചവട സംബന്ധമായ കാര്യങ്ങൾ, പ്രത്യേകിച്ചും തുണിയുമായി ബന്ധപ്പെട്ടോ, അതായത് വസ്ത്രവുമായി ബന്ധപ്പെട്ടോ, അല്ലെങ്കിൽ വെളുത്ത വസ്തുക്കളുമായി ബന്ധപ്പെട്ടോ, ഹോട്ടൽ, റെസ്റ്റോറൻറ്റ് തുടങ്ങിയ മേഖലയുമായി ബന്ധപ്പെട്ടോ ഒക്കെ, അതുമല്ലെങ്കിൽ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, ബ്യൂട്ടി പാർലർ, ഇതുമായി ബന്ധപ്പെട്ടൊക്കെ നടത്താൻ പ്ലാൻ ചെയ്യുകയോ അല്ലെങ്കിൽ നടത്തി പകുതി വന്നതിന് ശേഷം അത് നിർത്തലാക്കുകയോ ചെയ്യുന്ന ഭാഗങ്ങളിൽ നിന്നൊക്കെ ഏതെങ്കിലും വിധത്തിലുള്ള സാമ്പത്തിക സഹായം ഇവർക്ക് വരാൻ സാധ്യതയുണ്ട്. ഒന്നുകിൽ അത്തരം വ്യാപാരങ്ങൾ വീണ്ടും തുടങ്ങുവാനോ അത്തരം പ്രവർത്തനങ്ങൾ വീണ്ടും തുടങ്ങുവാൻ ഇവരെ ആരെങ്കിലും ക്ഷണിക്കുകയും അതിൻ്റെ ഒരു അഡ്വാൻസായൊക്കെ കുറച്ച് തുക ലഭിക്കുകയും ചെയ്യുമെന്ന് കാണുന്നു. എന്തായാലും വിദേശവുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ നീക്കങ്ങൾ ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് കാണുന്നു. പിതാവിന് ആരോഗ്യ സംബന്ധമായ അസുഖം ഉണ്ടാകും. അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാരിൽ പെട്ടവർക്കും ത്രോട്ട്, കഴുത്തിൻ്റെ പിൻഭാഗം, നട്ടെല്ല് തുടങ്ങിയ ഭാഗങ്ങളിലൊക്കെ വേദനയോ നീർക്കെട്ടോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ചില യാത്രകൾ ചിലപ്പോൾ ഇത്തരം കാരണങ്ങളാൽ മാറ്റിവെക്കേണ്ടി വരും എന്നും കാണുന്നു. പിതാവിന് രോഗാവസ്ഥ കാണുന്നുണ്ട്. പ്രത്യേകിച്ചും വയറിൽ പുളിച്ചത് കെട്ടലോ മറ്റോ ഉണ്ടാകുകയോ അല്ലെങ്കിൽ ഡയബറ്റിക് സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാവുകയോ ചെയ്യാം. കന്നിക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ 7, 8, 9, 10, 11 തീയതി രാവിലെ 8:30 വരെ താരതമ്യേന ഭേദപ്പെട്ട ദിവസങ്ങളാണ്. അടുത്തത് തുലാക്കൂറാണ്. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്രയുടെ രണ്ടാമത്തെ അര, ചോതി, വിശാഖത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം. കർമ്മരംഗം വീണ്ടും വളരെ സജീവമായി നിൽക്കുന്നു. പ്രത്യേകിച്ചും തുലാക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് നഷ്ടപ്പെട്ടു പോയ കച്ചവട സംബന്ധമായ പ്രവർത്തന മേഖലയിൽ നിന്ന് കൂടുതൽ ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ലഭിക്കുന്ന ചില നേട്ടങ്ങൾ ഉണ്ടാകുന്നതായി കാണുന്നു. തങ്ങൾ ഭയന്നിരുന്ന ഇനി കച്ചവടം നടത്തിയാൽ അല്ലെങ്കിൽ ഇനി ബിസിനസ് നടത്തിയാൽ രക്ഷപ്പെടുമോ എന്ന ആശങ്കയിൽ നിന്നിരുന്ന അവസ്ഥയ്ക്ക് മാറ്റം വരുന്നു. ഈശ്വരാധീനം വർദ്ധിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. എന്നാൽ ചില സ്ത്രീകൾ മുഖേന, അതായത് തുലാക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ചില സ്ത്രീകൾ മുഖേന കർമ്മരംഗത്ത് വിഷമങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നും കാണുന്നുണ്ട്. പ്രത്യേകിച്ചും അധികാരവുമായി ബന്ധമുള്ള സ്ത്രീകളോ അല്ലെങ്കിൽ വിദേശവുമായി സാമ്പത്തിക ഇടപാടുകൾ ഉള്ള സ്ത്രീകളുമായി ബന്ധപ്പെട്ടോ ഒക്കെ ഈ തുലാക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഏതെങ്കിലും വിധത്തിലുള്ള കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ വെറുതെയെങ്കിലും ചില അപവാദങ്ങൾ കേൾക്കുവാൻ ഇടവന്നേക്കാം. എന്നാലും കർമ്മരംഗത്ത് ഈശ്വരാധീനം ഉണ്ട് എന്ന് തന്നെ കാണുന്നു. നയനരോഗത്തിന് സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും മുഖരോഗത്തിനാണ് സാധ്യത. അതിൽ പ്രധാനമായും കണ്ണുകൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള അസുഖം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഹൃദയത്തിനോ ഞരമ്പുകൾക്കോ നേരത്തെ ന്യൂനതകൾ ഉണ്ടായിരുന്നവർ സൂക്ഷിക്കണം. അവർ കൃത്യമായ മെഡിക്കേഷനിലൂടെ തന്നെ കടന്നു പോകണമെന്ന് പറയുന്നു. അല്ലെങ്കിൽ അത്തരം അസുഖങ്ങൾ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ഇവർക്കുണ്ടായിരുന്ന വിഷമങ്ങൾ മാറുന്നതായിട്ടാണ് കാണുന്നത്. പ്രത്യേകിച്ചും സന്താനങ്ങളുടെ മംഗളകർമ്മങ്ങളിൽ ഇവർക്ക് പങ്കുകൊള്ളാനും അല്ലെങ്കിൽ മംഗളകർമ്മങ്ങൾ നടക്കാതിരുന്നതിനെ ചൊല്ലിയുള്ള വിഷമം മാറാനുമുള്ള സാധ്യത കാണുന്നുണ്ട്. നേരത്തെ കുറച്ച് കടബാധ്യതകൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ വളരെയധികം കടത്തിൽ മുങ്ങിയിരുന്ന വ്യക്തികളും തുലാക്കൂറിൽ ഉണ്ടായിരുന്നു. അവർക്കൊക്കെ ആശ്വാസമായി കുറേ അധികം സാമ്പത്തികം ഇവർക്ക് വരുമെന്ന് കാണുന്നു. ചിലപ്പോൾ ലോട്ടറി വരെ ഇവർക്ക് അടിക്കാനുള്ള സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭാഗ്യം അനുകൂലമായി വരുന്നതായി കാണുന്നു. ചില തൊഴിൽ മേഖലയിൽ ചിലർക്കെങ്കിലും തുലാക്കൂറിൽപ്പെട്ടവർക്ക് തൊഴിൽ സംബന്ധമായ ഒരു മാറ്റം കാണുന്നുണ്ട്. അനുകൂലമായ മാറ്റമാണ്.
പ്രവർത്തന രംഗം കുറച്ചുകൂടി സജീവമാകുന്നു. ഈ സമയത്തെല്ലാം തന്നെ ഓർക്കേണ്ട ഒരു കാര്യം, കർമ്മരംഗത്ത് ഇവർക്ക് സ്ത്രീയുടെ രൂപത്തിൽ, പ്രത്യേകിച്ചും തുലാക്കൂറിൽപ്പെട്ട പുരുഷന്മാരായാലും ശരി സ്ത്രീകളായാലും ശരി, സ്ത്രീകളാൽ തന്നെ അവർക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായി കാണുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ വിധത്തിലും സ്ത്രീകളോട് ഇടപെടുമ്പോഴുമൊക്കെ വളരെ അധികം മര്യാദ പാലിക്കുക. അവരുമായി എന്തെങ്കിലുമൊക്കെ സാമ്പത്തിക ഇടപാടോ സാങ്കേതികമായ മറ്റെന്തെങ്കിലും സഹകരണമോ ആണ് നടത്തുന്നതെങ്കിൽ അതിനെല്ലാം ഒരു കൃത്യതയുണ്ടായിരിക്കുക. അത്തരം കാര്യങ്ങളിലൊക്കെ തെളിവുകൾ ഉണ്ടായിരിക്കുക എന്നും തുലാക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരോട് കൃത്യമായി പറയേണ്ടിയിരിക്കുന്നു. ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകൾക്ക് മാറ്റം വരുന്നു. തുലാക്കൂറിൽപ്പെട്ട സ്ത്രീകൾക്ക് ലോവർ അബ്ഡമിൻ ഭാഗം, ജെനിറ്റൽ ഓർഗൻസ്, ഇവിടെയൊക്കെ ചിലപ്പോൾ അസുഖമോ ശസ്ത്രക്രിയയോ വേണ്ടി വന്നേക്കുമെന്നും കാണുന്നുണ്ട്. ഇവരിൽ തുലാക്കൂറിൽപ്പെട്ടവർക്ക് ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 9, 10, 11, 12, 13 ദിവസങ്ങൾ. 13-ാം തീയതി രാവിലെ 9 മണി വരെ താരതമ്യേന ഭേദപ്പെട്ട ദിവസങ്ങളാണ്. അടുത്തത് വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങളാണ്. ഭാഗ്യം അനുകൂലമായി വന്നിരിക്കുന്നതിനാൽ തീർച്ചയായും ഇവരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക നേട്ടം, പ്രവർത്തനങ്ങളിൽ വിജയം, മംഗളകർമ്മങ്ങളിൽ പങ്കുകൊള്ളാനുള്ള അവസരം, സ്വന്തം ജീവിതത്തിൽ മംഗളകരമായ കാര്യങ്ങൾ നടന്നു പോകുന്ന അവസ്ഥ, അതായത് വിവാഹവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തടസ്സമുണ്ടായിരുന്നെങ്കിൽ ആ തടസ്സമൊക്കെ മാറി വിവാഹം കഴിക്കുവാനുള്ള കൃത്യമായ ആൾ വന്നു ചേരുന്നതായി കാണുന്നു. അതുപോലെ വീടിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തടസ്സമുണ്ടായിരുന്നെങ്കിൽ ആ തടസ്സമൊക്കെ മാറി അത് കൂടുതൽ പുരോഗതിയിലേക്ക് മുന്നേറുന്നതായി കാണുന്നു. നല്ല വാഹനം വരുന്നു. വിദേശവുമായി ബന്ധപ്പെട്ട് ജോലിയോ പഠനമോ അല്ലെങ്കിൽ ചില കരാറടിസ്ഥാനത്തിലുള്ള വ്യാപാരമോ ഒക്കെ ആലോചിച്ചിരുന്നത് ഏതെങ്കിലും വിധത്തിലുള്ള തടസ്സങ്ങളാൽ കുരുങ്ങിക്കിടന്നിരുന്നുവെങ്കിൽ ആ കാര്യങ്ങൾക്ക്, ആ നെഗറ്റിവിറ്റീസിന്, ആ പ്രതികൂലാവസ്ഥകൾക്ക് മാറ്റം വരുന്നതായിട്ടാണ് കാണുന്നത്. പിതാവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന തർക്കങ്ങൾക്ക് അവസാനമാകുന്നു. പിതാവിൽ നിന്നുള്ള സ്വത്തോ പിതാവിൽ നിന്നുള്ള മറ്റ് ആനുകൂല്യമോ സന്താനങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. അതുപോലെ നേരത്തെ സൂചിപ്പിച്ചിരുന്ന ചില തടസ്സങ്ങൾ പറഞ്ഞിരുന്നു. ആ തടസ്സത്തിൽ പ്രധാനമായും ഇവരെ സംബന്ധിച്ചിടത്തോളം വിദേശവുമായിട്ടുള്ള ബന്ധമാണ് കാണുന്നത്. അല്ലെങ്കിൽ വിദേശവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സ്വന്തം നാട്ടിൽ നിന്ന് നടത്തുന്ന ചില വ്യാപാരമോ അല്ലെങ്കിൽ കരാർ അടിസ്ഥാനത്തിലുള്ള മറ്റു പണികളോ ആവാം. അതിലൊക്കെ പുരോഗതി കാണുന്നുണ്ട്. മാതാവിൻ്റെ ആരോഗ്യാവസ്ഥയ്ക്ക് കുറച്ചുകൂടി പുരോഗതി ഉണ്ടാകുന്നു. അതുപോലെ യാത്ര കൊണ്ട് ഗുണം കാണുന്നു. യാത്ര കൂടുതൽ ആവശ്യമായി വരുന്ന തൊഴിൽ രംഗത്ത് പ്രവർത്തിക്കുന്ന വൃശ്ചികക്കൂറിൽപ്പെട്ടവർക്ക് ആ യാത്രകൾ കൊണ്ട് പ്രയോജനമുണ്ടാകുന്നതായിട്ടാണ് കാണുന്നത്. ഈ വിവാഹിതരായ വൃശ്ചികക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ചിലപ്പോൾ തങ്ങളുടെ കുടുംബത്തിൽ നിന്ന് കുറച്ച് ദിവസം അകന്നു നിൽക്കേണ്ടതായി വരുമെന്ന് കാണുന്നു. അതുപോലെ പ്രസവ സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി വൃശ്ചികക്കൂറിൽപ്പെട്ട സ്ത്രീകൾക്കും ചിലപ്പോൾ ആശുപത്രിവാസമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിൽ തങ്ങളുടെ പ്രവർത്തന രംഗത്തു നിന്ന് മാറി നിൽക്കേണ്ടി വരുമെന്ന് കാണുന്നുണ്ട്. ഏതായാലും പൊതുവേ സാമ്പത്തിക ഗുണം, പ്രവർത്തന വിജയം ആണ് പ്രധാനമായും കാണുന്നത്. മംഗളകർമ്മങ്ങൾ കൃത്യമായി നടന്നു പോവുക അല്ലെങ്കിൽ മംഗളകർമ്മങ്ങളിൽ പങ്കുകൊള്ളാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഈ വൃശ്ചികക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് കാണുന്നുണ്ട്. ലോവർ അബ്ഡമിൻ ഭാഗം പ്രധാനമായും ശ്രദ്ധിക്കണം. അൾസറോ പൈൽസോ ഫിസ്റ്റുലയോ ഒക്കെ ഉണ്ടായിരുന്നവർക്ക് ശസ്ത്രക്രിയ വേണ്ടി വരുമെന്ന് കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 11 രാവിലെ 8:30 കഴിഞ്ഞ് 12, 13 ദിവസങ്ങൾ താരതമ്യേന ഗുണകരമാണ്. അത് ധനുക്കൂറാണ്. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം അഷ്ടമഭാവത്തിലാണ് വ്യാഴം ഇപ്പോൾ സഞ്ചരിക്കുന്നത്. അഷ്ടമം എന്നാൽ മോശമാണെങ്കിലും കർക്കിടക രാശി ആയതുകൊണ്ട് വ്യാഴത്തിന് ദോഷം ചെയ്യാൻ സാധിക്കില്ല. മാത്രമല്ല ശുക്രൻ കൂടെ നിൽക്കുന്നു. ശുക്രൻ അഷ്ടമം വളരെ ഗുണകരവുമാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഓർക്കാപ്പുറത്ത് ഇവർക്കൊരു ധനവർദ്ധനവ് കാണുന്നുണ്ട്. അത് ഒരുപക്ഷെ ശമ്പളത്തിൽ നിന്ന് കിട്ടുന്നതാവാം, അതല്ലെങ്കിൽ ചിലപ്പോൾ ഭാഗ്യവശാൽ പണം വരുന്നതാകാം, അതുമല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ നേരത്തെ ആസൂത്രണം ചെയ്തിരുന്ന പണം അപ്പോൾ കിട്ടാതിരിക്കുകയും ഇപ്പോൾ അത് ലഭ്യമാവുകയും ചെയ്യുന്ന അവസ്ഥയാകാം. അതുപോലെ തന്നെ ഓർക്കാപ്പുറത്ത് വളരെ പെട്ടെന്ന് ഇവർക്ക് ഇവരുടെ ജോലി സംബന്ധമായ കാര്യങ്ങളിൽ ഉയർച്ചയുണ്ടാകുന്നതായും ജോലിയിൽ ഉണ്ടായിരുന്ന വൈഷമ്യങ്ങൾ തരണം ചെയ്യാൻ സാധ്യമാകുന്നതായും കാണുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം 4-ാം ഭാവത്തിൽ നിന്നുകൊണ്ടുള്ള ശനി, 10-ാം ഭാവത്തിലേക്കുള്ള ദൃഷ്ടി, ഇതെല്ലാം തന്നെ എവിടെയൊക്കെ ധനുക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ തങ്ങുന്നുവോ അവിടെയൊക്കെ വിഷമകരമായ അവസ്ഥകളെ നേരിടേണ്ടി വരുന്നതായും കർമ്മരംഗത്ത് ഈ ശനിയുടെ സ്വാധീനം ഉള്ളതിനാലും
9-ൽ കേതു സഞ്ചരിക്കുന്നതിനാലും ഭാഗ്യം കുറഞ്ഞിരിക്കും. അപ്പോൾ കർമ്മരംഗത്ത് ഇവർ അനുഭവിക്കേണ്ടി വരുന്ന യാതനകൾക്ക് കുറവില്ലാതെയാകും. എന്നാൽ വ്യാഴം കർക്കിടക രാശിയിലേക്ക് പ്രവേശിക്കുകയും കർക്കിടകത്തിൽ നിന്നുകൊണ്ട് അതിൻ്റെ ദൃഷ്ടി 9-ലെ ദൃഷ്ടി 5, 7, 9 ഭാവങ്ങളിലേക്ക് വ്യാഴത്തിന് പൂർണ്ണ ദൃഷ്ടിയുള്ളതിനാൽ 9-ാം ഭാവത്തിലേക്കുള്ള ദൃഷ്ടി കൃത്യം ശനിയെയാണ് വീക്ഷിക്കുക. അങ്ങനെ വരുമ്പോൾ ശനിയുടെ ദോഷാവസ്ഥയ്ക്ക് കുറവ് വരും. അതിനർത്ഥം 4-ാം ഭാവത്തിലെ കണ്ടകത്വവും 10-ാം ഭാവത്തിലേക്കുള്ള കണ്ടക ദൃഷ്ടിക്കും ദോഷം കുറയുമെന്നർത്ഥം. കർമ്മരംഗത്തുള്ള ഇവരുടെ പ്രശ്നങ്ങൾക്ക് അറുതി വരാൻ സാധ്യതയുണ്ട്. അതുപോലെ വിവാഹ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ ആലോചിച്ചിരുന്നെങ്കിൽ അത്തരം കാര്യങ്ങൾക്ക് കുടുംബ സംബന്ധമായ തർക്കമോ പ്രശ്നമോ ഉണ്ടായിരുന്നെങ്കിൽ അതിനൊക്കെ മാറ്റമുണ്ടാകുന്നതായി കാണുന്നു. കുടുംബത്ത് പൊതുവെ ഒരു സമാധാനം കൈവരുന്നതായി കാണുന്നു. വാഹനവുമായി ബന്ധപ്പെട്ട് ചില അറ്റകുറ്റപ്പണികളോ പ്രശ്നങ്ങളോ ഉണ്ടായിരുന്നതിന് പരിഹാരമുണ്ടാകുന്നു. പുതിയ വാഹനം വരികയോ അല്ലെങ്കിൽ അത് അറ്റകുറ്റപ്പണി ചെയ്യേണ്ടി വരുന്ന ഭാഗത്തിൽ സംബന്ധിച്ച് തർക്കമുണ്ടായിരുന്നതിന് മാറ്റമുണ്ടാകുന്നു. മനസ്സിന് സന്തോഷം നൽകുന്ന തരത്തിൽ വാഹനത്തിൻ്റെ ഈ മോശപ്പെട്ട അവസ്ഥകൾക്ക് മാറ്റം വരുന്നതായി കാണുന്നു. ഉത്സാഹപൂർവ്വം കാര്യങ്ങളെ കാണുന്നതായിട്ടാണ് ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ കാണുന്നത്. അതുപോലെ ആഴ്ചയുടെ അവസാന ദിവസവും വളരെ ഗുണകരമായിട്ട് കാണുന്നു. സാമ്പത്തിക നേട്ടം, പ്രവർത്തനങ്ങളിൽ വിജയം, എന്തൊക്കെയോ നഷ്ടപ്പെട്ടിരുന്നത് തിരിച്ചു കിട്ടിയതുപോലുള്ള ആശ്വാസം ആഴ്ചയുടെ അവസാന ദിവസം അനുഭവപ്പെടും. പ്രതിസന്ധികളെ നേരിടാൻ തക്കവണ്ണമുള്ള മനസ്സിൻ്റെ പ്രാപ്തി ആഴ്ചയുടെ തുടക്കത്തിലെ 2 ദിവസങ്ങൾ തന്നെ പ്രകടമാകുന്നതായിട്ടാണ് കാണുന്നത്. ഓർക്കാപ്പുറത്ത് സഹോദരന്മാരിൽ നിന്നോ അടുത്ത സുഹൃത്തുക്കളിൽ നിന്നോ അഭ്യുദയകാംക്ഷികളിൽ നിന്നോ ധനുക്കൂർപ്പെട്ട നക്ഷത്രക്കാർക്ക് പണം ഒഴുകി വരാമെന്നും കാണുന്നുണ്ട്. പൊതുവേ സാമ്പത്തിക നേട്ടവും പ്രവർത്തനങ്ങളിൽ വിജയവും കാണുന്നു. അഷ്ടമത്തിൽ നിൽക്കുന്ന വ്യാഴൻ ദോഷം ചെയ്യുമെന്ന കാര്യത്തിൽ ഇവർ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. വ്യാഴം ഇവിടെ പ്രധാനമായും ഉച്ചരാശിയിലാണ്. അതുപോലെ ശനിയുടെ ദോഷാവസ്ഥകളെ കുറയ്ക്കുകയും ചെയ്യും. അതുകൊണ്ട് താരതമ്യേന ഭേദപ്പെട്ട ഗുണമാണ് ധനുക്കൂറിന് ഈ ആഴ്ച ഉണ്ടാവുക എന്ന് വേണം പറയാൻ. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 7, 8, പിന്നെ 13 രാവിലെ 9 മണി കഴിഞ്ഞും താരതമ്യേന ഗുണമുള്ളതാണ്. അടുത്തത് മകരക്കൂറാണ്. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ 2ാമത്തെ മുക്കാൽ, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം 7-ലേക്ക് വരുന്ന വ്യാഴത്തിൻ്റെ നില വളരെ ഗുണകരമാണ്. നിവൃത്തി സ്ഥാനമായ 7-ാം ഭാവം കൊണ്ട് ഇവരുടെ വിദേശ യാത്ര, വിദേശ ജീവിതം, മംഗളകരമായ ദാമ്പത്യ ജീവിതം, അതുപോലെ കാര്യങ്ങളൊക്കെ നിവർത്തിച്ച് മുന്നോട്ട് പോകുവാൻ തക്കവണ്ണമുള്ള കർമ്മരംഗത്തെ വിജയം എല്ലാം തന്നെ ഉറപ്പാകുന്നതായി കാണുന്നു. ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കുന്നു. സ്വന്തം വീട്, സ്വന്തം ഭവനം, ജീവിത പങ്കാളി, കുട്ടികൾ ഇവരെയൊക്കെ നല്ല രീതിയിൽ നോക്കുവാനും അവരോട് കൂടുതൽ പ്രണയാർദ്രമായ മംഗളകരമായ ഒരു സമീപനം ഉണ്ടാകുവാനും സാധിക്കുന്നു. ലക്ഷ്യത്തെ നേടുവാൻ വേണ്ടിയുള്ള അവരുടെ അധ്വാനം വിജയത്തിലെത്തുന്നതായിട്ടാണ് കാണുന്നത്. വിദേശവുമായി ബന്ധപ്പെട്ടുള്ള യാത്രയോ അല്ലെങ്കിൽ മറ്റു ദേശങ്ങളിലേക്ക് പോയി എന്തെങ്കിലുമൊക്കെ യാത്ര ചെയ്ത് എന്തെങ്കിലുമൊക്കെ കച്ചവടമോ ബിസിനസ്സോ നടത്തുന്നുവെങ്കിൽ അതിൽ നിന്ന് വരുമാനമുണ്ടാകുന്നതായി കാണുന്നു. സമാന്തരമായി ചെയ്യുന്ന കർമ്മങ്ങൾക്കൊക്കെ തന്നെ ജോലി കൂടാതെ സമാന്തരമായി ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ഗുണം കാണുന്നുണ്ട്. ജീവിത പങ്കാളിക്ക് ജോലി കിട്ടുകയോ ജീവിത പങ്കാളിക്ക് വരുമാനം വർദ്ധിക്കുകയോ ചെയ്യുന്നു. പൊതുവെ സന്തോഷകരമായ ഒരു അവസ്ഥ കാണുന്നുണ്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ സന്താനങ്ങളുമൊത്ത് യാത്ര ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. സന്താനങ്ങൾ കൂർത്തുമൂർത്ത വസ്തുക്കൾ, ഭാരമുള്ള വസ്തുക്കൾ, മൂർച്ചയുള്ള വസ്തുക്കൾ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിക്കേണ്ടി വരുമെന്നും അതിൽ നിന്ന് അപകട സാധ്യത ഉണ്ടാകാൻ സാധ്യതയുള്ളതായും കാണുന്നുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ വാഹനത്തിൽ സഞ്ചരിക്കുമ്പോഴും, പ്രത്യേകിച്ച് സന്താനങ്ങളുമായി സഞ്ചരിക്കുമ്പോഴും അല്ലെങ്കിൽ കുടുംബവുമായി സഞ്ചരിക്കുമ്പോഴും വാഹനത്തിൻ്റെ വേഗതയൊക്കെ വളരെ സാധാരണഗതിയിലായിരിക്കണം. സാഹസികമായ കർമ്മങ്ങൾ കുടുംബത്തോടൊത്ത് ചെയ്യുന്നത് വളരെ ശ്രദ്ധിക്കണം. സഹോദര സ്ഥാനത്തുള്ളവർക്ക് ഇച്ചിങ് പോലെ ത്വക്ക് സംബന്ധമായ അസുഖം വരാം. എന്നാൽ അവരുടെ സാമ്പത്തിക പരാധീനതകൾക്ക് ഒരു പരിധിവരെ മാറ്റമുണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. പൊതുവേ ഗുണകരം തന്നെയാണ്. ശ്രദ്ധിക്കേണ്ടത് ഈ 2 കാര്യങ്ങളാണ്. സന്താനങ്ങളുമൊത്ത് യാത്ര ചെയ്യുമ്പോഴുള്ള കാര്യവും അതുപോലെ മകരക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ടത് ഓർക്കാപ്പുറത്തായിരിക്കും. വളരെ സുഗമമായ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ചില തടസ്സങ്ങൾ വരിക. അതുകൊണ്ട് ഗണപതിയെ എപ്പോഴും പ്രസാദപ്പെടുത്തി വേണം ഇവർ മുന്നോട്ട് പോകുവാൻ എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. എല്ലാ കാര്യങ്ങൾക്കും വിജയവും ഗുണവും ഈശ്വരാധീനം ഉണ്ടെങ്കിലും തുടക്കത്തിൽ എന്തെങ്കിലും ഒരു തടസ്സം വരാം. അത് ശ്രദ്ധിച്ചു കൊള്ളണം. അതുപോലെ തന്നെയാണ് മുഖത്തിൻ്റെ ഈ മകരക്കൂറിൽപ്പെട്ട സ്ത്രീകൾ ലേപനങ്ങൾ ഉപയോഗിക്കുമ്പോഴും മറ്റും വളരെ ശ്രദ്ധിക്കണം. മുഖത്തെ ചർമ്മത്തിന് രോഗാവസ്ഥകളോ അലർജിയോ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 9, 10, 11 രാവിലെ 8:30 വരെ താരതമ്യേന ഗുണമുള്ള ദിവസങ്ങളാണ്. അടുത്തത് കുംഭക്കൂറാണ്. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ 2ാമത്തെ പകുതി, ചതയം, പൂരുരുട്ടാതി, മുക്കാൽ. ഇവരെ സംബന്ധിച്ചിടത്തോളം കടബാധ്യത,
കടബാധ്യതയിൽ നിന്ന് മോചനം ലഭിക്കുവാൻ വേണ്ടി ഇവർ വായ്പയോ മറ്റോ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ ആഴ്ചയിൽ സാധ്യമാകുന്നു എന്ന് കാണുന്നു. എന്നാൽ കുടുംബ സംബന്ധമായ അത്ര നല്ല ഒരു അന്തരീക്ഷമല്ല. പ്രത്യേകിച്ചും വിവാഹിതർക്കും അവരുടെ ദാമ്പത്യ സംബന്ധമായ കാര്യങ്ങളിൽ ചില കാർക്കശ്യങ്ങൾ ഉണ്ടാകാം. അതുപോലെ തന്നെ പ്രണയിക്കുന്നവർക്കും ചിലപ്പോൾ ഒരു സൗന്ദര്യപ്പിണക്കമോ അല്ലെങ്കിൽ മാറി നിൽക്കലോ ഒക്കെ ആവശ്യമായി വരുമെന്ന് കാണുന്നു. എന്നാൽ കടബാധ്യതയിൽ നിന്ന് മോചനം മാറ്റുന്ന തരത്തിലെങ്കിലും പണം ഇവരിലേക്ക് വന്നു ചേരുമെന്ന് കാണുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ അധ്വാനിക്കേണ്ട ഒരവസ്ഥ വരുന്നുണ്ട്. മുടങ്ങിക്കിടന്നിരുന്ന പ്രവർത്തനങ്ങൾ, മടികൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കാതെ ഇരുന്ന പ്രവർത്തനങ്ങൾ, അവിടെയൊക്കെ വീണ്ടും ചലനങ്ങൾ തുടങ്ങുന്നതായിട്ടാണ് കാണുന്നത്. തങ്ങളുടെ പ്രവർത്തന മേഖല കുറച്ചുകൂടി ഊർജ്ജപ്പെടുത്തുവാൻ തക്കവണ്ണമുള്ള ഒരു മനസ്സ് കൈവരികയും അതുകൊണ്ട് തന്നെ പണം ഇവരിലേക്ക് വരികയും ചെയ്യുന്നതായിട്ട് കാണുന്നു. മാതാവിൻ്റെ കുടുംബത്തിൽ നിന്ന് ഓഹരി കിട്ടുന്നതിൻ്റെ കാര്യമൊക്കെ ആലോചനയിലാണ്. അത് പോസിറ്റീവായി മാറാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ആഴ്ചയുടെ ആദ്യത്തെ 3-4 ദിവസങ്ങൾക്ക് ശേഷം, അതായത് ആഴ്ചയുടെ രണ്ടാം പകുതിയിൽ അത് കൂടുതൽ ഗുണകരമാകുമെന്ന് പറയുന്നു. ചില സഹോദരങ്ങൾ ഇവരെ സഹായിക്കുമെന്ന് കാണുന്നു. പ്രത്യേകിച്ചും വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ വിദേശവുമായി ബന്ധപ്പെട്ട് യാത്ര പോകാൻ തക്കവണ്ണമുള്ള പണം ലഭിക്കുന്നതിനു വേണ്ടി ഈ സഹോദരങ്ങളുടെ സഹായമുണ്ടാകുന്നതായി കാണുന്നു. ചിലപ്പോൾ സഹോദരങ്ങളുടെ സ്ഥാനത്ത് അടുത്ത ബന്ധുക്കളോ അടുത്ത സുഹൃത്തുക്കളോ ഒക്കെ ആകാം. അതുപോലെ മാതാവിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. മാതാവിൻ്റെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ വേണം. പ്രത്യേകിച്ച് അവർക്കൊരു ശസ്ത്രക്രിയ വേണ്ടി വരുമെന്നൊക്കെ കാണുന്നുണ്ട്. ഗർഭാശയ സംബന്ധമായ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുമെന്ന് കാണുന്നു. അത് കുംഭക്കൂറിൽപ്പെട്ട പുരുഷന്മാരുടെ ഭാര്യമാർക്കാകാം, അല്ലെങ്കിൽ അവരുടെ മാതാവിനുമൊക്കെ ആകാം ഇത്തരം അവസ്ഥകൾ നേരിടേണ്ടി വരുന്നത് എന്ന് കാണുന്നുണ്ട്. എന്തായാലും പ്രശ്നങ്ങൾക്ക് ഒരു അറുതി വരുന്നുണ്ട്. വാക്കുകൾ വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കണമെന്ന് കാണുന്നു. അയൽക്കാരുമായോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ട വ്യക്തികളുമായോ ഇടയ്ക്ക് അഭിപ്രായ വ്യത്യാസമോ കലഹമോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വാഹനം ഓടിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. വാഹനത്തിന് കേടുപാടുകൾ ഉണ്ടാകാനോ അത് മറ്റു വാഹനവുമായി സംഘർഷമൊക്കെ ഉണ്ടാകാനോ സാധ്യതയുള്ളതായി കാണുന്നുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 7, 8, പിന്നെ 11 രാവിലെ 8:30 കഴിഞ്ഞ് 12, 13 രാവിലെ 9 മണി വരെയും താരതമ്യേന ഭേദപ്പെട്ട ദിവസമാണ്. അടുത്തത് മീനക്കൂറാണ്. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതിയുടെ അവസാനത്തേക്കാൾ ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യം വളരെ അനുകൂലമായി വന്നിരിക്കുന്നു. കഴിഞ്ഞ കുറേ കാലമായി ഈ പൂരുരുട്ടാതി അവസാനം ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാർ വളരെ കഷ്ടപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് അവർക്ക് ജന്മശനിയാണ്. 7ര ശനിയിൽ ഏറ്റവും രൂക്ഷമായ കാലം എന്ന് പറയുന്നത് ജന്മശനിയുടെ കാലമാണ്. 2027 ജൂൺ വരെയും ജന്മശനി ഉണ്ട്. എന്നാൽ ഇപ്പോൾ വ്യാഴം അവർക്ക് വളരെ അനുകൂലമായി ഭാഗ്യഭാവത്തിൽ ഉച്ചസ്ഥാനത്തേക്ക് വന്നിരിക്കുന്നു. സന്താനങ്ങളെ കൊണ്ട് ഗുണം, ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കാൻ തക്കവണ്ണമുള്ള സാമ്പത്തിക ശക്തി, അതുപോലെ തന്നെ ഭാഗ്യം വളരെ അനുഗ്രഹീതമായി മാറിയതുകൊണ്ട് തടസ്സപ്പെട്ടിരുന്ന പല കാര്യങ്ങളും നടക്കുന്നു. വീട് നിർമ്മാണം പുരോഗമിക്കുന്നു. വിദേശവുമായി ബന്ധപ്പെട്ട യാത്രയോ ജോലിയോ തരപ്പെടുന്നു. പഠനത്തിൽ ഉന്നത വിജയമുണ്ടാവുകയോ അടുത്ത പഠനത്തിനു വേണ്ടി ഉന്നത പഠനത്തിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾക്ക് അനുകൂലമായ നീക്കമുണ്ടാവുകയോ ചെയ്യുന്നു. അതുപോലെ തങ്ങൾക്കിഷ്ടപ്പെട്ട വസ്തുക്കൾ, തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫർണിച്ചർ, ഉപകരണങ്ങൾ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, ആഭരണങ്ങൾ ഇതൊക്കെ കൈവശമാക്കാൻ തക്കവണ്ണമുള്ള സാമ്പത്തിക ധാരാളിത്തം ഇവർക്കുണ്ടാകുന്നതായി കാണുന്നു. യാത്ര കൊണ്ട് ഗുണം കാണുന്നുണ്ട്. വരുമാനത്തിൽ പൊതുവെ വർധനവുണ്ടാകുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നു. സഹോദരന്, ഈ മീനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് സഹോദര സ്ഥാനത്തുള്ളവർക്ക്, അത് ആണായാലും പെണ്ണായാലും, അതായത് പുരുഷനായാലും സ്ത്രീ ആയാലും, അവർക്ക് ചില ദോഷങ്ങൾ ശാരീരികമായി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും മീനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരുടെ സഹോദരിമാർക്ക് വിവാഹ സംബന്ധമായി, ദാമ്പത്യ സംബന്ധമായി ചില പ്രോബ്ലംസ് ഉണ്ടാകാനുള്ള സാധ്യതയും, അതുപോലെ മീനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരുടെ സഹോദരന്മാർക്ക് ശാരീരികമായി ചില അപകടാവസ്ഥകളെ തരണം ചെയ്യേണ്ടതായി വരുമെന്നും കാണുന്നു. അവർക്കും ദാമ്പത്യ സംബന്ധമായി, പ്രത്യേകിച്ച് അന്യസ്ത്രീ സംസർഗമൊക്കെ ഉള്ളവർക്ക് വളരെ ദോഷകരമായ കാലമാണ് കാണുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം പ്രധാനം ഇപ്പോൾ കാണുന്നത് ഈ മീനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് മേലധികാരികളിൽ നിന്ന് സഹകരണവും പ്രീതിയും ലഭിക്കുന്നു. അതുപോലെ സാമ്പത്തിക പരാധീനതയൊക്കെ മാറി അവർക്ക് കുറച്ചുകൂടി വളരെ വികസനോന്മുഖമായ പദ്ധതികളിൽ അവർക്ക് പങ്കിടാൻ സാധ്യമാകുന്ന തരത്തിൽ വിധി അനുകൂലമാകുന്നു, ഭാഗ്യം അനുകൂലമാകുന്നു. ഒട്ടേറെ പുതിയ വർക്കുകൾ, പുതിയ സംരംഭങ്ങൾ അവരിലേക്ക് വരുന്നു എന്നുള്ളതാണ് പ്രധാനം. എന്നാൽ സൂക്ഷിക്കേണ്ട പ്രധാന കാര്യം നിസാരമായ ചില സംഭവങ്ങളാലോ കലഹത്താലോ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും ഇടപെടൽ കൊണ്ടോ, ചിലപ്പോൾ അതൊരു ശത്രുസ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തികളാകാം, ഈ പറയുന്ന വിജയങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തടസ്സമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഭാഗ്യം അനുകൂലമായി നിൽക്കുകയും വ്യാഴം ജന്മഭാവത്തിലേക്ക് നോക്കുകയും ചെയ്യുന്നതിനാൽ ഈ ജന്മശനിയുടെ ദോഷങ്ങളും ശത്രുവിൻ്റെ ദോഷങ്ങളും ഇല്ലാതെയാകുമെന്ന് വേണം ചിന്തിക്കാൻ.
ആരോഗ്യ സംബന്ധമായി വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഡയബറ്റിക്സ്, ഹൃദ്രോഗം മുതലായ അസുഖങ്ങളുള്ളവർക്ക് രോഗാവസ്ഥകൾ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ആഴ്ചയുടെ ആദ്യത്തെ 3 ദിവസങ്ങൾക്ക് ശേഷം അതത്ര നല്ലതല്ല. മുഖം വളരെ ശ്രദ്ധിക്കണം. BP സംബന്ധമായ പ്രശ്നമുള്ളവരും വളരെ ശ്രദ്ധിക്കേണ്ട കാലമാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ 9, 10, 11 രാവിലെ 8:30 വരെയും ശേഷം 13-ാം തീയതി രാവിലെ 9 മണി കഴിഞ്ഞും ഗുണകരമാണ്. ഓം ശനൈശ്വരായ നമ എന്ന് ജപിക്കുക ശനിദോഷ പരിഹാരങ്ങൾക്ക്. ഗ്രഹങ്ങളിൽ ശനി പാപഗ്രഹമാണെങ്കിലും സഹായിച്ചാൽ ഏറ്റവും കൂടുതൽ ദീർഘകാലം സഹായിക്കുന്നതും ശനിയാണ് എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. അതുകൊണ്ട് എപ്പോഴും പ്രണമിക്കുക ശനീശ്വരനെ. ഓം ശനൈശ്വരായ നമ എന്ന് ജപിക്കുക. ശനിയാഴ്ച ദിവസങ്ങളിൽ വ്രതശുദ്ധിയോടുകൂടി അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലോ ധർമ്മശാസ്താവിൻ്റെ ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ നവഗ്രഹങ്ങളിൽ ശനീശ്വരനോ നീരാഞ്ജനം കഴിപ്പിക്കുക. എള്ള് പായസം നിവേദിക്കുക. അതുപോലെ തന്നെ കറുത്ത പട്ടുവസ്ത്രമോ നീല പട്ടുവസ്ത്രമോ സമർപ്പിക്കുക. കാക്കയ്ക്ക് ഇടത്തെ കൈ കൊണ്ട് എച്ചിൽ കൊടുക്കുക. തെരുവുനായ്ക്കൾക്ക് ആഹാരം കൊടുക്കുക. ഏറ്റവും കഷ്ടപ്പെടുന്നവരെ ചേർത്തു പിടിക്കാൻ ശ്രമിക്കുക. അഹങ്കാരമില്ലാതെ ജീവിക്കുക. ഓം നമോ നാരായണായ എന്ന് ജപിക്കുക. വ്യാഴദോഷ പരിഹാരത്തിന് വ്യാഴാഴ്ച വിഷ്ണുസ്വാമി ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ മഹാവിഷ്ണുസ്വാമി ക്ഷേത്രത്തിലോ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലോ പോകാം. വ്യാഴാഴ്ച ദിവസം ആയിരിക്കണമെന്ന് മാത്രം. അത് മഞ്ഞ പട്ടുവസ്ത്രം അവിടെ സമർപ്പിക്കാം. പാൽപ്പായസ നൈവേദ്യം, നെയ്വിളക്ക് കത്തിക്കൽ, ഇതൊക്കെ വളരെ ഗുണകരമാണ്. ഓം നാഗായ നമ അല്ലെങ്കിൽ ഓം അനന്തായ നമ എന്ന് ജപിക്കുക നാഗദോഷ പരിഹാരങ്ങൾക്ക്. നാഗങ്ങൾക്ക് 100 പാലും നൽകുക. ഗണപതിയെ സ്തുതിക്കുക കേതുദോഷ പരിഹാരത്തിന്. ഓം ഗം ഗണപതയെ നമ എന്ന് ജപിക്കുക. ഗണപതിക്ക് കറുകമാല അർപ്പിക്കാം, നാളികേരം ഉടയ്ക്കാം, ഉണ്ണിയപ്പം നിവേദ്യം ചെയ്യാം. എല്ലാവർക്കും നല്ലൊരാഴ്ചയാവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.